രാജീവ് കണ്ടയിടത്തേക്ക് ഇ ഡി വരാത്തത് എന്തുകൊണ്ട്? അങ്ങയുടെ ആദ്യവാദത്തിന് മറുപടി CPM നൽകട്ടെ. അല്ല, അതിനകത്ത് ഒരാളുടെ വീട്ടിലും ഇ ഡി കയറാതിരിക്കരുത്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, 4 കിലോ അല്ലെങ്കിൽ 1 കിലോ എന്ന് പറയുന്ന സ്വർണത്തിന്റെ വിഷയമല്ല. ഇത് വളരെ കൃത്യമായ ഗൂഢാലോചനയോടുകൂടി മാസങ്ങളെടുത്ത് സുഭാഷ് കപൂർ മാതൃകയിലുള്ള ക്ഷേത്ര കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഈ ഒറിജിനൽ സാധനങ്ങൾ, അവിടത്തുള്ള കട്ടളയും വാതിലും ദ്വാരപാലശില്പമുള്ള ഒറിജിനൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കടത്താൻ ഉള്ള ലോജിസ്റ്റിക്സ് വരെ തയ്യാറാക്കിയതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ഉത്തരവാണ് ഇതിന്റെ ആധാരം. ആ ഉത്തരവ് മാനിപ്പുലേറ്റഡ് ആണ്. ആ ഉത്തരവ് മാനിപ്പുലേറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അത്രമാത്രം വലിയ ഗൂഢാലോചന നടന്നിട്ടുള്ളത് 100 കണക്കിന് കോടി രൂപയുടെ ക്ഷേത്രമോഷണവും ആയി ബന്ധപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ മണി ട്രെയിൽ കണ്ടുപിടിക്കപ്പെടണം. ആർക്കെല്ലാം ഗുണമുണ്ടായി എന്ന് കണ്ടുപിടിക്കപ്പെടണം. ദേവസ്വം തന്ത്രിയെ ഉൾപ്പെടെ റെയ്ഡ് നടത്തണം, അറസ്റ്റ് ചെയ്യണം. ഈ തന്ത്രിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്താതെ പോകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് CPM നേതാക്കൾ തുറന്നു പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? ഇ ഡിയുടെ റെയ്ഡിൽ തന്ത്രിയെ ഒഴിവാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് സംശയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺകുമാർ അങ്ങ് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു പാനലിസ്റ്റ് ആണ്. എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ്. രാജുപ്പയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. തന്ത്രിയുടെ വീട്ടിൽ വരാത്തത് രാഷ്ട്രീയ താല്പര്യപ്രകാരമാണെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഈ ഇ ഡി തന്ത്രിയുടെ വീട്ടിൽ കയറാത്തതും മറ്റുള്ളവരുടെ വീട്ടിൽ കയറുന്നതും എല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരും. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഈ CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനം പിണറായി വിജയനായിട്ടുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റ് ഭാഗമായിട്ട് വരും. എന്തുകൊണ്ടാണ് BJPക്ക് ക്ഷേത്രക്കൊള്ള ഒരു സമരത്തിന്റെ ആവശ്യമില്ലാത്തത്? എന്തുകൊണ്ടാ അത് ഉന്നയിക്കപ്പെടാത്തത്? അവസാനം വിമർശനം വരുമ്പോൾ മാത്രം പേരിനൊരു സമരം നടത്തുന്നത് എന്താ? ഇവരെ സംബന്ധിച്ചോളം ഇതെല്ലാം പിണറായി വിജയനുമായിട്ടുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ്.